ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ഛത്തീസ്ഗഡ് സ്റ്റേറ്റിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ ജിജി പോളിൻ്റെ ജീവിതാനുഭവങ്ങളുടെ 3-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി അദ്ദേഹം ഛത്തീസ്ഗഡ്, പ്രത്യേകിച്ച് ബസ്തർ മേഖല കേന്ദ്രീകരിച്ച് സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ശക്തനായ യുവ നേതാക്കളിൽ ഒരാളായി അദ്ദേഹം മാറിയിരിക്കുന്നു. ഛത്തീസ്ഗഡ് സ്റ്റേറ്റിൽ ഏകദേശം 300ഓളം സഭകൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ശക്തമായ എതിർപ്പുകളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യത്തിലും അതിശക്തമായി നിലകൊള്ളുകയും ശുശ്രൂഷിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതനായ ദൈവദാസൻ്റെ ജീവിതത്തിലെ വളരെ പൊള്ളിക്കുന്ന, വേദനപ്പെടുത്തുന്ന ധാരാളം അനുഭവങ്ങളുണ്ട്. അത് സുവിശേഷവേലയോടുള്ള ബന്ധത്തിൽ, ഛത്തീസ്ഗഡിലെ പ്രവർത്തനങ്ങളോടുള്ള ബന്ധത്തിലുണ്ടായതാണ്. അതിക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വന്നിട്ടുണ്ട്, ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള പല അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ആ അനുഭവങ്ങളിലേക്ക് നമുക്ക് വീണ്ടും പ്രവേശിക്കാം. കട്ടക്കല്യാൺ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ പാസ്റ്റർ ബിനോയ് ജോസഫിൻ്റെ ഭാര്യ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം നേഴ്സാണ്. ആ സഹോദരി ഒരു നല്ല സുവിശേഷ ദർശനമുള്ള, മറ്റുള്ളവരോട് സുവിശേഷം പറയണമെന്ന് താല്പര്യമുള്ള, ഒരു ആത്മാർത്ഥമായി കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു സഹോദരിയാണ്. പാസ്റ്റർ ബിനോയ് ജോസഫും ഞാനും കൂടെ ചേർന്നുകൊണ്ട് ആ സ്ഥലത്ത് ആ സഹോദരി ആരംഭിച്ച ഒരു ചെറിയ പ്രാർത്ഥനാ കൂട്ടായ്മ. പാസ്റ്റർ ബിനോയ് ജോസഫ് ആദ്യം അവിടുത്തെ ശുശ്രൂഷ ഏറ്റെടുത്തു. പാസ്റ്റർ ബിനോയ് ജോസഫ് ആ ശുശ്രൂഷ നടത്തി. അന്ന് അദ്ദേഹത്തിന് ഹിന്ദി ഒന്നും വശമില്ല. ആ സമയത്ത് ഞാൻ അവിടെ പോവുകയും ആ ശുശ്രൂഷയിൽ സഹായിക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം പാസ്റ്റർ ബിനോയ് ജോസഫ് റായ്പൂരിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ആ സഭയുടെ ശുശ്രൂഷ ഞാൻ ഏറ്റെടുക്കുകയുണ്ടായി. അത് ഉൾവനത്തിൽ എന്ന് പറഞ്ഞാൽ കട്ടക്കല്യാൺ എന്ന് പറയുന്ന സ്ഥലമാണ്. അത് ഛത്തീസ്ഗഡ്, പ്രത്യേകിച്ച് ബസ്തറിൻ്റെ ഏറ്റവും കൂടുതൽ നക്സൽ പ്രവർത്തനങ്ങളുള്ള ഏരിയകളിൽ ഒരു ഏരിയയാണത്. അവിടെ പകല് പോലും നക്സൽ വെളിയിൽ വന്നിട്ട് ആളുകളെ വധിച്ച സംഭവങ്ങൾ അവിടെയുണ്ട്. പോലീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽപ്പെട്ട ആളുകളെ വധിച്ച സംഭവങ്ങൾ അവിടെയുണ്ട്. അത്രമാത്രം ഭീകരമായ ഒരു അന്തരീക്ഷം ഉൾവനത്തിലാണ്. അവിടെ സഭാ ചാർജ് ഏറ്റെടുക്കുവാനിടയായി. ആ സഭാ ചാർജ് ഏറ്റെടുത്തതിന് ശേഷം 2006 ഞാൻ ആ സഭയുടെ ശുശ്രൂഷകനായിട്ട് ഞാൻ അവിടെ ചെല്ലുന്നത്. അങ്ങനെ അവിടെ ശുശ്രൂഷയിലിരിക്കുന്ന അളവിൽ പാസ്റ്റർ ബിനോയ് ജോസഫ് അവിടെ ശുശ്രൂഷയിലിരിക്കുമ്പോൾ തന്നെ വിശ്വാസ ജീവിതത്തിലേക്ക് വന്ന ഒരു 3-4 കുടുംബങ്ങൾ ആ സഭയിൽ ആരാധനയ്ക്കായിട്ടുണ്ട്. ജോലിക്കാരായ ചില ആളുകൾ അവിടെ ആരാധനയ്ക്കായിട്ടുണ്ട്. ആ ഒരു സഭയിലേക്കാണ് ഞാൻ ചാർജ് എടുത്ത് പോകുന്നത്. അവിടെ വെച്ചാണ് ദാരുണമായ ഒരു കാര്യം. ഈ വനത്തിൻ്റെ നടുവിൽ ജോലിക്കാരെന്നൊക്കെ പറഞ്ഞാൽ സാധാരണ പുറത്തുള്ളവർക്ക്, ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ ഈ വനത്തിൻ്റെ നടുവിൽ ജോലിക്കാരെ എവിടെ നിന്ന് വരുന്നു? അതായത് ഈ വനത്തിനകത്തെല്ലാം ആദിവാസികളായ ജനങ്ങൾ പാർക്കുന്നുണ്ട്. ഉൾവനത്തിലാണല്ലോ ആദിവാസികൾ പാർക്കുന്നത്. അവർ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ ആയിട്ട്, വില്ലേജുകളായിട്ട് അവർ പാർക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഗവൺമെൻറ് കൊടുക്കുന്ന സൗകര്യങ്ങൾ, ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ, അതുപോലെ തന്നെ മറ്റ് സ്കൂൾ സൗകര്യങ്ങൾ, ഇതൊക്കെ ഒരു ബ്ലോക്കായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ്, ഒരു ബ്ലോക്കായിട്ട് അനുവദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണം, ഓൾറെഡി ഛത്തീസ്ഗഡിൽ പഞ്ചായത്ത് ഭരണമാണല്ലോ. അപ്പോൾ ഒരു 3, 4, 5 ഗ്രാമങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ബ്ലോക്കായിരിക്കും. അപ്പോൾ ആ ബ്ലോക്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലോ സ്കൂളോ പിന്നെ ഒഫീഷ്യൽസ് വർക്ക് നടക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ പുറത്തുനിന്ന് വന്നവരാണ്. അതുപോലെയാണ് പാസ്റ്റർ ബിനോയ് ജോസഫിൻ്റെ ഭാര്യയെ അവിടെ നേഴ്സായിട്ട് ജോലിക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അവിടെ ഉണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ ബിനോയ് ജോസഫ് അവിടെ നിന്ന് പോയി. ഞാൻ ആ സഭയുടെ ചാർജ് ഏറ്റെടുത്തു. അതിനുശേഷം കർത്താവ് ചില അത്ഭുതങ്ങൾ ആ ദേശത്ത് ചെയ്തു. പ്രത്യേകാൽ 8 വർഷം കുട്ടിയില്ലാതിരുന്ന, വിവാഹിതരായിട്ടും കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഒരു സഹോദരി ദൈവവചന ശുശ്രൂഷ കേട്ടിട്ട്, അതായത് ഞാൻ യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നും അസ്ഥിത്താഴ്വരയിൽ യെഹെസ്കേൽ പ്രവാചകൻ പോയി നിന്ന് പ്രവചിക്കുന്ന ആ പ്രവചനം, യെഹെസ്കേലിനോട് കർത്താവ് ചോദിക്കുന്നു, ഈ അസ്ഥികൾ ജീവിക്കുമോ? യെഹെസ്കേൽ തിരിച്ചു പറയുന്നു, കർത്താവെ നീ അറിയുന്നു. ഈ ഒരു വിഷയം എടുത്ത് ഞാൻ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ജീവനില്ലാത്ത ചില അസ്ഥികൾ എൻ്റെ മുമ്പിലുണ്ട്. കർത്താവ് ചോദിക്കുന്നു, ഈ അസ്ഥികൾ ജീവിക്കുമോ? എന്നാൽ നീ നിൻ്റെ ബുദ്ധിയിൽ മറുപടി പറയാതെ ദൈവത്തിന് എന്തും സാധിക്കും. അതുകൊണ്ടാണ് യെഹെസ്കേൽ അങ്ങനെ ഒരു മറുപടി പറഞ്ഞു, കർത്താവെ നീ അറിയുന്നു. കാരണം ദൈവത്തിന് എന്തും ചെയ്യാൻ പറ്റുമെന്ന് യെഹെസ്കേലിനറിയാം. അതുകൊണ്ട് യെഹെസ്കേൽ പറഞ്ഞതുപോലെ നീ നിൻ്റെ ബുദ്ധിക്ക് കീഴ്പ്പെടാതെ കർത്താവെ നീ അറിയുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിന്നോട് തന്നെ പ്രവചിക്കാൻ ദൈവം നിനക്ക്
ശക്തി തരും എന്നൊക്കെ ഞാൻ ആത്മാവിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ആ ഒരു സഹോദരി, 8 വർഷമായിട്ട് കുട്ടികളില്ലാതിരിക്കുന്ന ആ സഹോദരി, അദ്ദേഹത്തിന് തോന്നി ഇത് ദൈവാത്മാവ് എന്നോട് പറയുകയാണെന്ന്. ആ സഹോദരി പോയി ഉപവസിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവാത്മാവ് ഹേമിപ്പിച്ചു. അങ്ങനെ ആദ്യം 3 ദിവസം ഉപവസിച്ചു, അതിനുശേഷം 5 ദിവസം ഉപവസിച്ചു, അതിനുശേഷം 9 ദിവസം ഉപവസിച്ചു, പിന്നീട് 21 ദിവസം ഉപവസിച്ചു, അതിനുശേഷം 40 ദിവസം ഉപവസിച്ചു. ഇതെല്ലാം ഒരു ദിവസം ഗ്യാപ്പ് ചെയ്തതിന് ശേഷമാണ് പുള്ളിക്കാരത്തി ഉപവസിക്കുന്നത്. കൃപയാൽ 9 മാസമായപ്പോൾ ആ സഹോദരി പ്രസവിച്ചു. ഒരാൺകുട്ടിയെ കർത്താവ് സഹോദരിക്ക് കൊടുത്തു. അതിനുശേഷം ആ സഹോദരിയെ കർത്താവ് ആ ദേശത്ത് അത്ഭുതകരമായി ഉപയോഗിക്കാൻ തുടങ്ങി. പ്രവചനങ്ങളിൽ കൂടെ ആളുകളോട് സംസാരിക്കാൻ തുടങ്ങി. ആ സമയത്താണ് ഈ നമ്മുടെ സഭയിലുണ്ടായിരുന്ന സോമാരു എന്ന് പറയുന്ന ആ സഹോദരൻ ഈ ശുശ്രൂഷകൾ അനുഭവിച്ചപ്പോൾ, ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ആത്മപ്രേരിതനായിട്ട് ഈ യേശുവിനെക്കുറിച്ച് എനിക്ക് മറ്റുള്ളവരോട് പറയണം, യേശുവിൻ്റെ അത്ഭുതങ്ങൾ മറ്റുള്ളവരോട് അറിയണം എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടെ സുവിശേഷം പറയാനായി താല്പര്യപ്പെട്ടു. സുവിശേഷം പറയുക മാത്രമല്ല അദ്ദേഹം ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ വീടിന് കുറച്ച് ദൂരെയായിട്ട് അദ്ദേഹത്തിന് ഒരല്പ സ്ഥലമുണ്ട്. അവിടെ ഒരു 2 റൂം പണിതിട്ട് ആ റൂമിൽ രോഗികളായിട്ടുള്ളവരെ കൊണ്ടുവന്ന് അവിടെ ഇടുന്നു. അവർക്ക് വേണ്ടി രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമായ ഫുഡിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. ഇതെല്ലാം ഈ സഹോദരൻ ചെയ്തു. അങ്ങനെ ഒരു 8-10 കുടുംബങ്ങളോളം ആദിവാസികളായിട്ടുള്ള ആളുകൾ കർത്താവിനെ അറിയുവാനിടയായി. ഇവിടെ ഇത് പറയുമ്പോൾ പ്രത്യേകിച്ച് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ആദിവാസി മേഖലയിൽ ഇവർ പ്രവർത്തിക്കുമ്പോൾ നേരിട്ട് ചെന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ അവിടെ ആളുകൾക്കൊന്നും മനസ്സിലാകത്തില്ല. ഒരു ട്രാക്റ്റ് കൊടുത്താൽ വായിക്കുവാൻ പോലും അവർക്കറിയത്തില്ല. അപ്പോൾ വളരെ കഠിനമാണ് ഇവിടെയുള്ള സുവിശേഷ വേല എന്ന് പറയുന്നത്. എന്നാൽ സമർപ്പിതരായ ദൈവദാസന്മാർ അവിടെ പ്രവർത്തിക്കുമ്പോൾ ദൈവം ചില അത്ഭുതങ്ങൾ ആ ദേശത്ത് ചെയ്യും. പ്രാർത്ഥനയിലൂടെയുള്ള വിടുതലുകൾ ഉണ്ടാകുന്നു, രോഗസൗഖ്യങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെയുള്ള കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള വിസിബിളായിട്ടുള്ള ചില അത്ഭുതങ്ങൾ ആ ദേശത്ത് സംഭവിക്കുന്നു പ്രാർത്ഥനയിലൂടെ. അപ്പോൾ ഇത് മനസ്സിലാക്കിയ ഇദ്ദേഹത്തിൻ്റെ കട്ടക്കല്യാണം എന്ന് പറയുന്ന ഈ സഭയിലെ ഒരു ആദിവാസി വിഭാഗത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന സുമാരു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന് മനസ്സിലായി പ്രാർത്ഥനയിലൂടെ ദൈവം അത്ഭുത രോഗസൗഖ്യം നൽകും. അങ്ങനെ ആ മനുഷ്യൻ തൻ്റെ വീടിനോട് ചേർന്ന് ഉള്ള തൻ്റെ വസ്തുവിൽ 2 മുറികൾ പണിത് രോഗികളായി ചികിത്സയൊന്നും ചെയ്തിട്ട് അല്ലെങ്കിൽ അവർക്ക് വിടുതൽ ലഭിക്കാത്ത ദീർഘനാളുകളായി കഷ്ടപ്പെടുന്ന ഗ്രാമീണരായ ആളുകളെ അവിടുന്ന് അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഈ മുറികൾക്കകത്ത് പാർപ്പിച്ച് അവർക്ക് ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത് അവർക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരു രീതി അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. അദ്ദേഹത്തിന് സ്വന്തമായി വാഹനവും ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ് ഈ ചെറുപ്പക്കാരൻ. അദ്ദേഹം ചെയ്ത ആ പ്രവൃത്തി എന്ന് പറയുന്നത് അത്ഭുതകരമായിട്ടാണ് ആ ഗ്രാമത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാകുവാൻ കാരണമായി. നിരവധി ആളുകൾ വിടുതൽ പ്രാപിക്കുവാൻ, രോഗസൗഖ്യം പ്രാപിക്കുവാൻ ഇടയായി പ്രാർത്ഥനയിലൂടെ. അങ്ങനെ ഈ പ്രാർത്ഥനയിലൂടെ ആളുകൾ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ രോഗസൗഖ്യം പ്രാപിച്ചപ്പോൾ ആളുകൾ യേശുവിനെ അംഗീകരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ആ ഗ്രാമീണ സഭയിൽ ആളുകൾ വിശ്വാസത്തിലേക്ക് വന്ന ഒരു വലിയ കൂട്ടമായിട്ട് അത് മാറുന്നത്. പാഷ, ഞാനവിടെ വന്നത് കണ്ടതുകൊണ്ട് എനിക്കത് അത്രയും അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അത്രയും വിശദീകരിച്ച് കണ്ടിന്യൂ ചെയ്തത്. അങ്ങനെ ആ സഭയിൽ ഈ സഹോദരൻ്റെ പ്രവർത്തന ഫലമായിട്ട് പല കുടുംബങ്ങൾ, ആദിവാസി കുടുംബങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നു. അനേകർ സ്നാനപ്പെടാനിടയായി. ഞാൻ ആ സഭയിൽ ചാർജ് എടുക്കുമ്പോൾ 12-13 വിശ്വാസികളാണ് ആ സഭയിലുണ്ടായിരുന്നത്. എന്നാൽ ഈ സഹോദരൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞപ്പോൾ ആ സഭയുടെ അംഗസംഖ്യ 46 സ്നാനപ്പെട്ട ദൈവമക്കളായിട്ട് ആ സഭയെ കർത്താവ് വളർത്തി. വളരെ നല്ലൊരു പ്രവർത്തനം ആ ദേശത്തുണ്ടായി. എന്നാൽ 2010, 11, 12 കാലയളവുകൾ അവിടുത്തെ ഗ്രാമക്കാർ ഈ പ്രവർത്തനത്തിനെതിരായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കുടുംബങ്ങൾ ദൈവസന്നിധിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേക ആദിവാസി ഗ്രൂപ്പിൽ നിന്ന് അവിടെയുള്ള സ്ഥലങ്ങൾ, ആ സ്ഥലത്തുള്ളവരെല്ലാം ഗോണ്ട് ആദിവാസി എന്ന് പറയുന്ന ആദിവാസികളിലും ഏറ്റവും മെച്ചമായി നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണത്. അപ്പോൾ ആ ഗ്രൂപ്പിൽ നിന്നാണ് ആളുകൾ മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഗ്രാമത്തിൽ വലിയ എതിർപ്പുകളുണ്ടായി. പഞ്ചായത്ത് കൂടി ആ പഞ്ചായത്തിൽ 2 പ്രാവശ്യം ഈ സോമാരുവിനെ കൊണ്ടുപോയി അതിദാരുണമായിട്ട് മർദ്ദിച്ചെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ തൊഴിച്ച് നിലത്തിട്ട് അദ്ദേഹത്തെ ചവിട്ടി വളരെ വളരെ ദാരുണമായിട്ട് അദ്ദേഹത്തെ ഉപദ്രവിക്കുകയുണ്ടായി.
ആ സമയത്തൊക്കെ ഞങ്ങൾ അദ്ദേഹത്തെ പ്രാർത്ഥിച്ച് ബലപ്പെടുത്തി ദൈവവചനം പറഞ്ഞു കൊടുത്ത് അദ്ദേഹം ശക്തമായി കർത്താവിന് വേണ്ടി നിൽക്കാൻ തയ്യാറായി. അങ്ങനെ ഇരിക്കുന്ന അളവിൽ അദ്ദേഹം ഒരു സൺഡേയിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം ഒരു 250 പേര് ഈ ആരാധനാലയത്തിലേക്ക് വന്നു. ആരാധനാലയത്തിലേക്ക് വന്നിട്ട്, ആരാധനാലയമല്ല, സത്യത്തിൽ പാസ്റ്റർ ബിനോയ് ജോസഫിൻ്റെ ഭാര്യ താമസിക്കുന്ന ക്വാർട്ടറാണത്, ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന ഒരു ക്വാർട്ടറാണത്. അതിൻ്റെ ഫ്രണ്ട് റൂമിലാണ് നമ്മൾ ആരാധിക്കുന്നത്. വിശ്വാസികൾ അടുത്ത റൂമിലും വെളിയിലൊരു സ്ഥലമുണ്ട്, അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ടാണ് ആരാധന നടക്കുന്നത്. അതിൻ്റെ ചുറ്റുമായിട്ട് വന്ന് 250 പേര് വന്ന് അതിനെ വളഞ്ഞു. ആ സമയത്ത് ഞാൻ സങ്കീർത്തനം വായിച്ചുകൊണ്ടിരിക്കുക, സങ്കീർത്തനം വായിച്ച് ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുന്ന. സോമാരുവിനെ ഇറക്കി വിടുക എന്ന് പറഞ്ഞ് അവർ വളരെ അട്ടഹസിക്കുന്നു. സോമാരു ചർച്ചിൽ അന്നിരിപ്പുണ്ട്, എന്നോട് ചേർന്നിരിക്കുകയാണ് ആ സഹോദരൻ. അദ്ദേഹത്തെ പെട്ടെന്ന് ഞങ്ങൾ ബാത്റൂമിൽ ഒളിപ്പിച്ചു. കാരണം അദ്ദേഹത്തെ അവർക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് പഞ്ചായത്തിൽ 2 അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്കറിയാം എന്താണ് ഇനി അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് അറിയാം. അതുകൊണ്ട് ഞങ്ങൾ സോമാരുവിനെ പെട്ടെന്ന് ബാത്റൂമിൽ കയറിക്കോ, ഇവിടെ ഇല്ല എന്ന് ഞങ്ങൾ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ബാത്റൂമിലേക്ക് കയറ്റി. എന്നിട്ട് ഞാൻ ഡോറ് തുറന്ന് അവരോട് സംസാരിക്കാൻ, കാരണം വിശ്വാസികൾ ആരെങ്കിലും ഇറങ്ങിപ്പോയാൽ അവരെ ഉപദ്രവിക്കുമോ എന്നുള്ള പേടിയാൽ, ഞാനായതുകൊണ്ട് വെളിയിൽ നിന്ന് വന്ന ഒരാളാണല്ലോ, ഈ ആദിവാസികൾ ചിലപ്പോൾ ഈ വെളിയിൽ നിന്ന് വന്ന ഒരാളായതുകൊണ്ട് ബഹുമാനിക്കും, അല്ലെങ്കിൽ ഒന്നും ചെയ്യുകയില്ല എന്നുള്ളൊരു ചിന്ത വന്നിട്ടാണ് ഞാൻ വെളിയിലേക്ക് പോകുന്നത്. പക്ഷെ ഞാൻ ജസ്റ്റ് ഡോറ് തുറന്നതേ ഉള്ളൂ, അവരെന്നെ വലിച്ച് വെളിയിലേക്ക് ഇട്ടതിന് ശേഷം അവരെന്നെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി. ആ വന്നവരെല്ലാവരും ഓരോരുത്തരായിട്ട് വന്ന് എന്നെ അതിദാരുണമായി മർദ്ദിച്ചു. ആ സമയത്ത് ആ സഭയിലുള്ള ഒരു സഹോദരൻ, ബ്രദർ റോഷൻ എന്ന് പറയുന്ന ഒരു സഹോദരനും അതുപോലെ തന്നെ ഷിബു എന്ന് പറയുന്ന ഒരു സഹോദരൻ, ഇവർ 2 പേരും എന്നെ മർദ്ദിക്കുന്നത് കണ്ടുകൊണ്ട് അവർ പെട്ടെന്ന് ഇറങ്ങി വന്നു. അവർക്കും മർദ്ദനമേറ്റു. ഷിബു ആ സമയത്ത് വിശ്വാസ ജീവിതത്തിലേക്ക് വരുന്ന സ്റ്റെപ്പ് വെച്ച സമയങ്ങളാണ്. അദ്ദേഹം അടിയേറ്റപ്പോൾ, ഉപദ്രവമേറ്റപ്പോൾ അദ്ദേഹവും തിരിച്ചടിക്കാനായിട്ട് കരം പൊക്കി. ഞാനപ്പോൾ ഷിബുവിൻ്റെ കരം പിടിച്ച് നിർത്തിയതിന് ശേഷം പറഞ്ഞു, ഇല്ല ഷിബു, നമുക്കത് പറഞ്ഞിട്ടില്ല, നമ്മൾ അടി കൊള്ളാനാണ് പറഞ്ഞിരിക്കുന്നത്, തിരിച്ചടിക്കാനല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഒരിക്കലും തിരിച്ചടിക്കരുതെന്ന് പറഞ്ഞു. ഒരല്പസമയം അവർ ഞങ്ങളെ പ്രഹരിച്ചതിന് ശേഷം, മർദ്ദിച്ചതിന് ശേഷം അവർ മർദ്ദനം നിർത്തി. കാരണം ഞങ്ങളൊന്നും പ്രതികരിക്കുന്നില്ലല്ലോ, നിന്ന് അടി കൊള്ളുകയല്ലേ. അതിനുശേഷം അവർ പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഞങ്ങൾക്കെതിരെ പരാതിപ്പെട്ടു. അടിക്കാൻ വന്നത് അവർ, അടി കൊണ്ടത് ഞങ്ങൾ, പക്ഷേ പോലീസ് സ്റ്റേഷനിൽ പോയതും പരാതിപ്പെടുന്നതും അവർ. അതിനുശേഷം പോലീസ് ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾക്കിവിടെ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നു. എന്നാൽ 1 മാസത്തിനുള്ളിൽ ഈ കേസ് അവിടെ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് FIR ഒന്നും ആയില്ല, ജസ്റ്റ് നോട്ടഡ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. അതിനുശേഷം ആ പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന SI ഇനിഷ്യേറ്റ് എടുത്ത് 2 ഗ്രൂപ്പിനെയും വിളിച്ച് ഒരുമിച്ചിരുത്തി കാര്യങ്ങൾ സംസാരിച്ച്, ഞാൻ വളരെ കാര്യമായിട്ട് ഞാൻ അവിടെ ചെല്ലുന്നതിൻ്റെ കാരണവും നമുക്കവിടെയുള്ള ജോലിക്കാരുടെ കാര്യവും അവർക്ക് ആരാധനാ സൗകര്യം വേണമെന്നും ഗ്രാമക്കാരെക്കുറിച്ചൊന്നും ഞാൻ പറയാൻ പോയില്ല. ഗ്രാമക്കാർ വരുന്നു, അവരുടെ ഇഷ്ടത്തിന് വരുന്നു, അവരെ ഞങ്ങൾക്ക് തടയാൻ പറ്റത്തില്ല എന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ട്, ഞാനിവിടെ വരുന്നത് ജോലിക്കാർക്ക് വേണ്ടിയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ആ SI ഒരു നല്ലൊരു വ്യക്തി ആയിരുന്നത് കൊണ്ട് അദ്ദേഹം ഗ്രാമക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി അവിടെ ആരാധനയ്ക്ക് ഇനി ഒരു വിഘ്നം വരാതിരിക്കത്തക്ക നിലയിലുള്ള കാര്യങ്ങൾ അദ്ദേഹം ക്രമീകരിച്ചു തന്നു. അങ്ങനെ ആ ആരാധന നടന്നുകൊണ്ടിരുന്നു. പക്ഷേ എതിർപ്പ് അവരുടെ ഉള്ളിൽ അപ്പോഴും ഉണ്ട്. അപ്പോൾ 2 പ്രാവശ്യം പഞ്ചായത്ത് കൂടി അടിക്കുന്നു, അതിനുശേഷം സഭ വളഞ്ഞടിക്കുന്നു. അപ്പോൾ ഈ എതിർപ്പ് അവരുടെ ഉള്ളിലുണ്ട്. പക്ഷേ അവർ ആ എതിർപ്പ് വെളിയിൽ കാണിക്കുന്നില്ല. കാരണം SI ഇങ്ങനെ ഇടപെട്ട് കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് അവർക്ക് വെളിയിൽ കാണിക്കാൻ പറ്റുന്നില്ല. എന്നാൽ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ആ എതിർപ്പ് അവരുടെ വർദ്ധിച്ചു വന്നു. ഇതേ സമയത്ത് മറ്റൊരു സംഭവം ഉണ്ടായത്, ഈ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ മുൻപോട്ട് നിന്നത് ഒരു വാമൻ എന്ന് പറയുന്ന ഒരു സഹോദരനായിരുന്നു. ഒരു ആദിവാസിയായ സഹോദരൻ ഇത്ര ധൈര്യമായിട്ട് സ്ട്രോങ് ആയിട്ട് പോലീസ് സ്റ്റേഷനിലുമൊക്കെ വന്ന് നിന്ന് സംസാരിക്കണമെങ്കിൽ ഇതെങ്ങനെ സംസാരിച്ചു, ഇവൻ ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടി, ഇവൻ്റെ പിന്നിൽ ആര് എന്നൊക്കെ പോലീസ് പിന്നീട് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ പോലീസിന് മനസ്സിലായത് അദ്ദേഹത്തിന് നക്സലുമായി ബന്ധമുണ്ടെന്നാണ്. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ പോലീസ് അവന് വേണ്ടി വല വീശി. പിന്നീട് അവനെ തെളിവ് സഹിതം അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ പോലീസിൻ്റെ മുമ്പിൽ എല്ലാം ഏറ്റുപറഞ്ഞ് സറണ്ടർ ചെയ്തിട്ട് സ്പെഷ്യൽ പോലീസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഛത്തീസ്ഗഡിലുണ്ട്. അതായത് ഈ നക്സലുകളിൽ നിന്നും സറണ്ടർ ചെയ്ത് വരുന്നവരെ ഫോഴ്സിന് സഹായകരായിട്ട് നിർത്താൻ വേണ്ടി, കാരണം അവർക്ക് വഴികളും മറ്റു കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ഒരു പോലീസ് ഗ്രൂപ്പായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അവർക്ക് ശമ്പളവും തോക്കും കാര്യങ്ങളും ഒക്കെ കൊടുത്തവരെ വെക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിലേക്ക് അവൻ മാറി.
അപ്പോൾ അങ്ങനെ മാറിക്കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ഇവൻ ഇനിയും അഥവാ നക്സലുമായി ബന്ധപ്പെട്ടാൽ പോലീസ് അവനെ കൊല്ലും. പോലീസിൻ്റെ കൂടെ അവൻ നിൽക്കുന്നത് കൊണ്ട് നക്സലി അവനെ കൊല്ലും. എന്താണെങ്കിലും അവൻ മരണത്തിന് വിധിക്കപ്പെട്ടു. ഇതവന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൽ നമ്മളോടുള്ള പക വർദ്ധിച്ചു. കാരണം ഇവർക്കെതിരായിട്ട് പോയത് കൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ ഇവർ കാരണമാണല്ലോ ഞാൻ മുൻപിൽ വന്നതും ഞാൻ പിടിക്കപ്പെട്ടതും എന്നുള്ള ഒരു ചിന്ത അവൻ്റെ ഉള്ളിൽ വന്നിട്ട് അവൻ പോലീസുകാരുടെ കൂടെ താമസിക്കുക അളവിൽ തന്നെ നമ്മുടെ സഭയെ ഏത് നിലയിൽ അവിടെ നിർത്തിക്കളയാം, അല്ലെങ്കിൽ ഇതിനെ ഇല്ലായ്മ ചെയ്യാം എന്നവൻ ആലോചിച്ചു കൊണ്ടിരുന്നു. ആ പ്ലാൻ അനുസരിച്ച് അവൻ കാര്യങ്ങൾ ക്രമീകരിച്ചു. ആ ക്രമീകരണത്താൽ ഈ സൊമാരു എന്ന് പറയുന്ന സഹോദരനെ ഒരു കുറ്റാരോപിതനാക്കി, ഒരു കള്ള കേസുണ്ടാക്കി, അല്ലെങ്കിൽ എന്തോ ഒരു പ്ലാൻ അവൻ പദ്ധതി ഇട്ടിട്ട് അത് സൊമാരു ചെയ്തു എന്ന് സൊമാരുവിൻ്റെ മുകളിൽ വരുത്തി തീർത്തുകൊണ്ട് സൊമാരുവിനെ അതിദാരുണമായി 2015 വധിപ്പാനിടയായി. അത് സൊമാരുവിനെ എടുത്തുകൊണ്ട് രാത്രി 12 മണിയായപ്പോൾ 1 മണിയായപ്പോൾ അവൻ്റെ വീട്ടിൽ നക്സലികൾ വന്ന് അവനെ എടുത്തുകൊണ്ട് പോകുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ പുറകെ പോകുന്നു. എൻ്റെ ഭർത്താവിനെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷെങ്കിൽ അവർ പറഞ്ഞത് നാളെ 4 മണിക്ക് നീ വാ, ഉച്ച കഴിയുമ്പം വാ, ഞങ്ങൾ നിൻ്റെ ഭർത്താവിനെ തന്നേക്കാം എന്ന് പറയുന്നു. ആ സഹോദരി പിറ്റേ ദിവസം അവർ പറഞ്ഞ സ്ഥലത്ത് ഏകദേശം 25 കിലോമീറ്ററോളം യാത്ര ചെയ്ത് അവർ പറഞ്ഞ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ കാണുന്നത് സൊമാരു വളരെ ദാരുണമായ നിലയിൽ ശരീരമെല്ലാം മുറിവേറ്റ് രക്തം വാർന്നൊലിക്കുന്നതായിട്ടിരിക്കുന്നതാണ് കണ്ടത്. അങ്ങനെ അദ്ദേഹം വളരെ ദാരുണമായി അദ്ദേഹത്തെ വധിച്ചു. ആ മരണം ഞങ്ങളുടെ സഭയെ മൊത്തത്തിൽ പിടിച്ചുലച്ചു. വിശ്വാസികൾ പലർ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകുന്നത് പോലുള്ളതായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എങ്കിലും ഉള്ള ദൈവമക്കൾ അവരുടെ ആത്മാവിൻ്റെ വില ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് ആ സഭയെ വിടാനോ ആ ഗ്രാമം ഉപേക്ഷിക്കാനോ ഞാൻ തയ്യാറായില്ല. എന്നോട് പലരും പറഞ്ഞു, ഇനിയും ആ സ്ഥലത്തോട്ട് പോകണ്ട, നിനക്കത് അപകടമാണ് എന്ന് പറഞ്ഞെങ്കിലും ആത്മാക്കളുടെ വില വിലയേറിയതായതുകൊണ്ട് അവർ ആത്മാർത്ഥമായി കർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് ആ സഭ വിടാൻ ഞാൻ തയ്യാറായില്ല. ഞാൻ ഇന്നും ആ ഗ്രാമത്തിൽ എല്ലാ സൺഡേയിലും രാവിലെ പോയി അവിടെ ഞാൻ ആരാധന നടത്തും. എന്നാൽ സഭ ഒരല്പം എന്താ പറയുന്നത് ഡൗണായ ഒരനുഭവം എത്തി. പക്ഷേ കർത്താവ് അത്ഭുതം ചെയ്തു. ആ സഭയെ ഇന്നും കർത്താവ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഒരു ദാരുണമായ ഒരു സംഭവമായിരുന്നു. എങ്കിലും ഈ സൊമാരുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ആ സ്റ്റോറി മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് സൊമാരുവിൻ്റെ ഭാര്യ, അന്ന് സൊമാരുവിൻ്റെ ഭാര്യ ഈ ഭർത്താവിൻ്റെ പുറകെ ഓടിച്ചെല്ലുകയാണ് കൊല്ലല്ലേ എന്ന് പറഞ്ഞ്. പക്ഷേ അവളുടെ കണ്ണിൻ മുൻപിൽ വെച്ചാണ് നക്സലൈറ്റുകൾ സൊമാരുവിനെ വധിക്കുന്നത്. അങ്ങനെ വധിച്ച സൊമാരുവിൻ്റെ മൃതദേഹം സ്വന്തം സാരി വലിച്ചു കീറി അതിനകത്ത് പൊതിഞ്ഞ് തന്നെ വലിച്ചു കൊണ്ടുപോകേണ്ടി വന്ന ഒരു സ്ത്രീയുടെ വേദന എന്ന് പറയുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യുവാൻ പറ്റാത്തതിനപ്പുറമാണ്. അങ്ങനെ നക്സലുകളാൽ കൊല്ലപ്പെട്ട ആ സൊമാരുവിൻ്റെ ഭാര്യയെ ഞാൻ നേരിട്ട് കണ്ടു. അവരുടെ അനുഭവങ്ങൾ കേട്ടു. അവർ ഇന്നും വിശ്വാസത്തിൽ വളരെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണ്. സൊമാരുവിൻ്റെ ഭാര്യയുമായി നടത്തിയ അഭിമുഖം, അവർ പറഞ്ഞ കാര്യങ്ങൾ അതെല്ലാം അടുത്ത ഒരു എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നതാണ്. എന്നാൽ പാസ്റ്ററോട് എനിക്ക് ഇതോടനുബന്ധിച്ച് മറ്റൊരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, ഈ ബസ്തർ മേഖല എല്ലാം ഈ നക്സൽ പ്രവർത്തനങ്ങൾ ശക്തമായി നടക്കുന്ന ഒരു മേഖലയാണ്. ഇന്ത്യ ഗവൺമെൻറ് വളരെ ശക്തമായി ഇതിനെതിരായി പൊരുതിക്കൊണ്ടേയിരിക്കുന്നു. നിരവധി എൻകൗണ്ടറുകൾ ഉണ്ടാകുന്നു, നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നു, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ് പുറത്തോട്ട് വരുന്നത്. പക്ഷേ എന്നിട്ടും നക്സലുകൾ ഇവിടെ ശക്തി പ്രാപിക്കുന്നു. അവരുടെ സ്വാധീനത്തെ തകർക്കുവാൻ സാധിക്കുന്നില്ല. ഇതിന് ആ നിലയിൽ സുവിശേഷത്തോട് ഈ നക്സലുകളുടെ മനോഭാവം എന്താണ്? അവരെങ്ങനെ ഇതിനോട് പ്രതികരിക്കുന്നു? ശക്തമായ എതിർപ്പുണ്ടോ? ഇങ്ങനെ സൊമാരുവിനെ കൊന്നതുപോലെ നക്സലുകൾ മറ്റാരെങ്കിലും വധിച്ചിട്ടുണ്ടോ? സുവിശേഷത്തിനെതിരായുള്ള നക്സലുകളുടെ മനോഭാവം എന്താണ്? ഈ നക്സലുകൾ യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം സുവിശേഷത്തിന് അവരെതിരോ ക്രിസ്തീയ പ്രവർത്തനങ്ങൾക്ക് അവരെതിരോ അല്ല. കാരണം ഇന്ന് വരെ അങ്ങനെ നക്സലികളായി ഒരു സ്ഥലത്ത് ചെന്ന സുവിശേഷ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ സുവിശേഷത്തിനെതിരെ, പ്രത്യേകിച്ച് അവർക്ക് ഒരു മതത്തിനോടും ഒരു ആരാധനാ രീതികളോടും അവർക്കെതിരില്ല. എന്നാൽ ആദിവാസികളായ ഗ്രാമക്കാർ അവരുടെ കൂടെ നിൽക്കണം. കാരണം ഗ്രാമക്കാർ അവരുടെ കൂടെ നിന്നില്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന പരിപാടികളൊന്നും അവർക്ക് നടത്താൻ പറ്റുകയില്ല. അതുകൊണ്ട് ഗ്രാമക്കാർ പറയുന്ന ചില കാര്യങ്ങൾ അവർ നടത്തി കൊടുക്കും.
ഇപ്പം ഞാൻ ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ഹൈന്ദവ പൂജകൾ നടക്കുന്ന സമയത്ത് പോലും അവർ വന്ന് ഈ ഹൈന്ദവ പൂജകൾ ഇവിടെ വേണ്ട, കാരണം ഇത് ആദിവാസികളാണ്, ഇത് അവരുടെ ദൈവങ്ങളല്ല എന്ന് പറഞ്ഞിട്ട് ആ ദൈവങ്ങളെ എടുത്ത് മാറ്റിയ സംഭവങ്ങൾ ഈ നക്സലുകൾ വന്നിച്ചിട്ട് ചെയ്ത സംഭവങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് അവർ ഒരു ആരാധനയ്ക്കും എതിരോ അല്ലെങ്കിൽ അനുകൂലമോ അല്ല. എന്നാൽ ഗ്രാമക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, ഗ്രാമക്കാരുടെ സപ്പോർട്ട് അവർക്ക് കിട്ടാൻ വേണ്ടി ഗ്രാമക്കാർ പറയുന്ന ചില കാര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ഒരു സംഭവമാണ് ഈ സോമാലുവിനോടുള്ള ബന്ധത്തിലും ഉണ്ടായത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞിടയ്ക്ക് ബീജാപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും കുറച്ചുകൂടെ ദൂരം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു പാസ്റ്ററെ ഹോളിയുടെ ആഘോഷം നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും വെളിയിലേക്ക് വിളിച്ചിറക്കി കളറടിക്കാൻ, ഹോളിക്ക് കളറടിക്കുമല്ലോ, കളറടിക്കുന്ന പോലെ വന്ന ആളുകൾ വന്നതുപോലെ വന്നിട്ട് ആ പാസ്റ്ററെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് വിളിച്ചിറക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്ത് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നിട്ട് സ്ഥലം വിട്ടു. അത് പറയുന്ന നക്സലുകളാണെന്ന് പറയുന്നു, പക്ഷേ നക്സലുകളാണോ എന്നും നമുക്ക് സ്ഥിരീകരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ പല സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നെങ്കിലും ചില സ്ഥലങ്ങളിൽ ഇത് നക്സൽസിൻ്റെ മുകളിലേക്ക് ഇടുന്നു. അത് കാരണം എന്തെന്ന് ചോദിച്ചാൽ നക്സലിൻ്റെ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കേസുകളില്ല, ആരാണെന്ന് തെളിവില്ല, വലിയ അന്വേഷണങ്ങളില്ല. അപ്പം എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് ധാരണയോ മനസ്സിലാക്കുവാനോ സാധ്യമല്ല. എന്നാൽ പൊതുവിൽ പറഞ്ഞാൽ നക്സലുകൾ സുവിശേഷ വേലയ്ക്കോ ഒരു മത കാര്യങ്ങൾക്കോ അവർ എതിരല്ല. ഓക്കെ, നക്സലുകളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടേണ്ട ഒരു സാഹചര്യമോ അവരുമായിട്ടൊരു എൻകൗണ്ടറോ പാശക്കുണ്ടായിട്ടുണ്ടോ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ നക്സലുകളിൽ നിന്ന് ആളുകൾ സുവിശേഷം കേട്ട് അല്ലെങ്കിൽ മാറി വന്ന സംഭവങ്ങളുണ്ടോ? അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം? ഞാൻ എൻ്റെ ശുശ്രൂഷ ബസ്തറിൽ വന്നതിന് ശേഷമുള്ള ആദ്യ സമയങ്ങളിൽ, നമ്മൾ ബൈബിൾ സ്കൂൾ തുടങ്ങിയതിന് ശേഷം നമ്മുടെ ബാച്ചിലേക്ക് വന്ന ആദ്യത്തെ വിദ്യാർത്ഥികളായിട്ടുള്ളവരുടെ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചാണല്ലോ നമ്മൾ പ്രവർത്തനം തുടങ്ങിയത്. അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉസൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അതായത് ഞാൻ ജഗദൽപൂരിൽ താമസിക്കുന്നിടത്തു നിന്നും ഏകദേശം 180-200 കിലോമീറ്ററോളം ദൂരമുണ്ട്, ഉൾവനമാണ്. ആ ഉൾവനത്തിൽ ഉസൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനൊരു 5 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയി. ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെന്ന് ഞാൻ അവിടെ ഇരുന്ന് ശുശ്രൂഷയ്ക്കായിട്ട് എഴുന്നേൽക്കുന്നതിന് മുൻപ്, ആദ്യത്തെ ദിവസം തന്നെ വൈകിട്ട് ശുശ്രൂഷയ്ക്കായി എഴുന്നേൽക്കുന്നതിന് മുമ്പ് എൻ്റെ അടുത്തിരിക്കുന്ന ആ സ്ഥലത്തിൽ ആ തെലുങ്ക് ഭാഷയോട് സംസാരിക്കുന്ന ജനങ്ങളാണ് കൂടുതലുള്ളത്, അതായത് ആന്ധ്രയുടെ ബോർഡറാണ്. അപ്പോൾ അവിടെ എനിക്ക് ട്രാൻസ്ലേറ്റ് കൂടെ ചെയ്യണം. ഞാൻ ഹിന്ദി പ്രസംഗിക്കും, തെലുങ്കിലേക്ക് ട്രാൻസ്ലേഷനും വേണം. അപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന നമ്മുടെ ബൈബിൾ സ്കൂളിലെ തന്നെ ഒരു സ്റ്റുഡൻറ്റ്, അദ്ദേഹമാണ് തെലുങ്കിലേക്ക് പറയുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അടുത്തിരുന്നു കൊണ്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ദാദാമാർ വന്നിട്ടുണ്ട്, അല്പം സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പം ദാദാമാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി ആരാ വന്നതെന്നുള്ളത്. അപ്പം ഞാൻ എഴുന്നേറ്റിട്ട് പ്രസംഗിച്ചപ്പോൾ ഞാൻ ഈ ദാദാമാരെക്കുറിച്ച് 1-2 വാക്കുകൾ പറഞ്ഞു. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെക്കുറിച്ചും പാർട്ടിയുടെ ചില തത്വങ്ങളും അതിൻ്റെ കൊടിയും അതിൽ കാണുന്ന ചിഹ്നങ്ങളും ഒക്കെ പറഞ്ഞ് എൻ്റെ ആദ്യത്തെ പ്രസംഗം യേശുവിനെ പ്രസംഗിക്കുന്നതിന് ഉപരിയായിട്ട് ഞാൻ ആ കൊടിയെക്കുറിച്ച് പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞു, ഈ കൊടിയുടെ കളറ് രക്ത കളറാണല്ലോ, അത് അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ രക്തം വേർപ്പായി പോകുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കൊടിയെ പറഞ്ഞു, എനിക്ക് ഈ കളറ് വളരെ ഇഷ്ടമാണ്, കാരണം അധ്വാനിക്കുന്ന ജനവിഭാഗത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി യേശു കർത്താവ് തൻ്റെ രക്തം, അതെ, മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണമായത്. അപ്പം അങ്ങനെ യേശു രക്തം വാർത്തു, അതുകൊണ്ട് ആ കളർ എനിക്കിഷ്ടമാണ്. അതിനുശേഷം ഞാൻ പറഞ്ഞു, അരിവാള് എന്ന് പറയുന്നത് നമുക്ക് കർഷകൻ്റെ ചിഹ്നമായിട്ട് നമ്മൾ എടുക്കാം എന്ന് പറഞ്ഞാൽ അത് എൻ്റെ കൂടെ ചിഹ്നമാണ്, കാരണം കർത്താവ് എന്നെ കൊയ്ത്തിന് വിട്ടതാണ്. പക്ഷേ ഞാൻ എടുക്കുന്ന അരിവാള് ലോഹം കൊണ്ട്, ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ അരിവാളല്ല, വചനമാണ്. അതിനുശേഷം ചുറ്റിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ അപ്പൻ്റെ കുടുംബത്തിൻ്റെയാണ് എന്ന് പറഞ്ഞാൽ യേശു കർത്താവിൻ്റെ കുടുംബത്തിൻ്റെയാണ്, തച്ചനായിരുന്നല്ലോ, അത് പറഞ്ഞു. അതിനുശേഷം പ്രത്യേകം ഞാൻ പറഞ്ഞത് അതിൽ കാണുന്ന സ്റ്റാറിനെ കുറിച്ചാണ്, നക്ഷത്രത്തെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു യഹൂദനായ കാറൽ മാർക്സ് ഈ ഒരു സിദ്ധാന്തം മുമ്പോട്ട് കൊണ്ടുവന്നപ്പോൾ അതിലിങ്ങനെ ഒരു സ്റ്റാർ വെക്കാൻ കാരണം അവനൊരു പ്രത്യാശയുണ്ടായിരുന്നു, ഇന്നല്ലെങ്കിൽ നാളെ ഉദയനക്ഷത്രം വരും, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ രക്ഷകൻ വരും, അവൻ വരുമ്പോൾ ഞങ്ങൾക്ക് രക്ഷ തരും എന്നൊക്കെ ഒരു വിശ്വാസം അവനുണ്ടായിരുന്നു. അപ്പം ഞാനിത് മൊത്തം സുവിശേഷവുമായി ബന്ധപ്പെടുത്തി പ്രസംഗിച്ചിട്ട് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് എനിക്കിത് വലിയ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ മുമ്പിൽ ഇരുന്നത് കേട്ട് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മെസ്സേജ് എല്ലാം നിർത്തി ഞാൻ അവിടെ യേശുവിനെ നല്ലവണ്ണം
ഈ മെസ്സേജിൽ കൂടെയും ഈ കൊടിയിൽ കൂടെയും ഞാൻ യേശുവിനെ കാണിച്ചു. അതുകൊണ്ട് നിങ്ങൾ പ്രത്യാശിക്കുന്ന ആ നക്ഷത്രമാണ് എൻ്റെ യേശു, അവൻ വന്നു എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളാണ് നിങ്ങൾ പറഞ്ഞ ആ ദാദാമാർ. ഓക്കെ, നിങ്ങൾ എവിടുന്ന് വന്ന, എന്ത് പറയാനാണ് ഇവിടെ വന്നതെന്ന് ശ്രദ്ധിക്കാനാണ് വന്നത്. കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ പ്രസംഗം. അതുകൊണ്ട് അടുത്ത 5 ദിവസം ആരും ഇങ്ങോട്ട് വരികയോ ശല്യം ചെയ്യുകയോ ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രസംഗിച്ചാട്ട് എന്ന് പറഞ്ഞിട്ട് അവർ പോയി. പിറ്റേ ദിവസങ്ങൾ അവർ വന്നോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ 5 ദിവസവും ഞാൻ വളരെ ആത്മാർത്ഥമായ ദേശത്ത് പ്രസംഗിക്കാൻ ദൈവം എനിക്ക് കൃപ തന്നു. അതാണ് അവരെ ഞാൻ നേരിൽ കാണുന്ന എൻ്റെ ആദ്യത്തെ അവസരം. അതിനുശേഷം പിന്നെ പല സ്ഥലങ്ങളിൽ ഇവരുടെ സാന്നിധ്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ നേരിട്ട് അവരുമായി സംസാരിക്കാനോ ഇടപെടാനോ ഒന്നും ഉള്ളതായിരിക്കുന്ന സാഹചര്യങ്ങൾ ലഭിച്ചിട്ടില്ല. എന്നാൽ ഈ സോമാരുവിൻ്റെ മരണശേഷം അവർ 2 പ്രാവശ്യം എന്നെ അവരുടെ സെൻറ്ററിലേക്ക് വരണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. പക്ഷെങ്കിൽ അത് ഇനി അവർക്ക് പറ്റിയ തെറ്റവർ സമ്മതിക്കാനോ എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ വിളിക്കുന്നതൊന്നും നമ്മളോട് നേരിട്ട് പറഞ്ഞിട്ടല്ല നമ്മളെ വിളിക്കുന്നത്. മറ്റാളുകൾ ത്രൂ ഞങ്ങൾക്ക് നിങ്ങളുടെ ആളിനെ കാണാൻ താല്പര്യമുണ്ട് എന്നിങ്ങനെ പറയും. ഒന്ന് കൊണ്ടുവരണമെന്നൊക്കെ പറയും. പക്ഷെങ്കിൽ ഞാൻ അതിനൊന്നും ഇതുവരെ പോയിട്ടില്ല, തുനിഞ്ഞിട്ടില്ല. കാരണം പോകുന്നത് നമുക്ക് അപകടമാണ്. കാരണം നമ്മൾ അവരെ കാണാനോ അവരുമായി സംസാരിക്കാനോ ബന്ധപ്പെടുവാനോ ഒക്കെ പോകുന്നത് ഇവിടെ മറ്റൊരു നിലയിൽ പോലീസ് അന്വേഷണങ്ങൾക്ക് കാരണമാകും. തന്നെയല്ല, നമുക്കതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോയിട്ടില്ല.